കഴിഞ്ഞ IPL തന്നെ സായി സുദർശൻ 2 പ്രാവശ്യം ഹിറ്റ് വിക്കറ്റ് ആവുകയുണ്ടായി. അതിൽ ആദ്യത്തെ ഹിറ്റ് വിക്കറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഷോട്ട് പൂർത്തീകരിച്ചതിന് ശേഷം ബാറ്റ് വിക്കറ്റിലേക്ക് വീഴുന്നു, അങ്ങനെ ഔട്ടാവുന്നു. അപ്പോൾ നോർമലി നമ്മൾ ഹിറ്റ് വിക്കറ്റ് അങ്ങനെ IPL കാണാറില്ല. പക്ഷേ സായി സുദർശൻ തന്നെ IPL 3 പ്രാവശ്യം ഇതേപോലെ ഹിറ്റ് വിക്കറ്റ് ആയ ഒരു താരമാണ്. അപ്പോൾ ഈ ഹിറ്റ് വിക്കറ്റുകൾ അത് പിന്നെ ശരിക്കും അതിൻ്റെ ഒരു നിയമാവലി എങ്ങനെയാണ്? അത് ഷോട്ട് പൂർത്തീകരിച്ചതിന് ശേഷം ഹിറ്റ് വിക്കറ്റ് സാധ്യമാണോ, അല്ലെങ്കിൽ അത് കറക്റ്റ് ഒരു ഹിറ്റ് വിക്കറ്റ് ആയിരുന്നു? എന്താണ് അതിൻ്റെ ഒരു നിയമാവലി? ഹിറ്റ് വിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോട്ട് കളിക്കുന്ന സമയത്ത് അതിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ ബാക്ക് ഫുട്ടിലേക്ക് ബാക്ക് ലിഫ്റ്റ് എടുക്കുക, ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ കളിക്കുന്ന സമയത്തോ ബാറ്റ് അല്ലെങ്കിൽ ആളുടെ എക്യുപ്മെന്റ് ആളുടെ ശരീരത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഭാഗം വിക്കറ്റിൽ കൊണ്ട് വിക്കറ്റ് പുട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഹിറ്റ് വിക്കറ്റ് ആവുന്നത്. ഷോട്ട് കളിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഫസ്റ്റ് റൺ, അതുപോലെ തന്നെ വരുന്നത് ഫസ്റ്റ് റൺ ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് റൺ ഓടാൻ നോക്കുമ്പോഴും ഹിറ്റ് വിക്കറ്റ് വരും. അതുപോലെ തന്നെ ഗാർഡ് ചെയ്യണ സമയത്തും ഹിറ്റ് വിക്കറ്റ് വരും. അതായത് വിക്കറ്റിലേക്ക് ബോൾ പോകുന്നത് ഗാർഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇതേ കാര്യങ്ങൾ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴും ഹിറ്റ് വിക്കറ്റ് വരും. ഇതല്ലാത്ത സമയങ്ങളിലൊന്നും ഹിറ്റ് വിക്കറ്റ് ഇല്ല. അതായത് ഒരു ഷോട്ട് പൂർത്തീകരിച്ചതിന് ശേഷം ആളുടെ ബാറ്റോ ആളുടെ ശരീരഭാഗമോ വിക്കറ്റിൽ തട്ടുകയാണെങ്കിൽ ഹിറ്റ് വിക്കറ്റ് അല്ല, അല്ലെങ്കിൽ ആളുടെ ഏതെങ്കിലും എക്യുപ്മെന്റ് വിക്കറ്റിൽ വീഴുകയാണെങ്കിൽ ഹിറ്റ് വിക്കറ്റ് അല്ല. അതുപോലെ തന്നെ ഫസ്റ്റ് റൺ ഇമ്മീഡിയറ്റ് ആയിട്ടല്ല ഫസ്റ്റ് റൺ വരുന്നത്. ഇപ്പോൾ ഒരു ഫീൽഡറുടെ കയ്യിലേക്ക് അടിച്ചു, ആള് ഫീൽഡ് ചെയ്തില്ല, ആള് മിസ്ഫീൽഡ് ചെയ്തു, അത് കണ്ടിട്ട് ഓടാൻ നോക്കുകയാണ്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടല്ല ഓടുന്നത്, കുറച്ച് ടൈം എടുത്തിട്ടാണ് ഓടുന്നതെങ്കിൽ അപ്പോഴും ഹിറ്റ് വിക്കറ്റ് അല്ല. അപ്പൊ ഈ ഒരു ടൈമിൽ നോക്കുമ്പോൾ ഈ ഷോട്ട് പൂർത്തീകരിച്ചോ എന്നുള്ളത് അമ്പയറിന്റെ ഡിസിഷനാണ്. അത് ഏത് അമ്പയറാണ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൺ ഫീൽഡ് അമ്പയറാണ് കൊടുക്കുന്നത്, ഓൺ ഫീൽഡ് അമ്പയറിന്റെ ഡിസിഷനാണ്. അത് ഷോട്ട് പൂർത്തീകരിച്ചു അല്ലെങ്കിൽ പൂർത്തീകരിച്ചിട്ടില്ല. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും പൂർത്തീകരിച്ചു എന്ന്, ഒരാൾക്ക് തോന്നും പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ അത് തേർഡ് അമ്പയർക്ക് റെഫർ ചെയ്യണമെങ്കിൽ പിന്നെ ഫുൾ തേർഡ് അമ്പയറിന്റെ അതോറിറ്റിയാണ്. ആളുടെ ഡിസിഷനാണ് ആ ബാറ്റർ, ആ സ്ട്രൈക്കർ ഷോട്ട് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടല്ല, പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അത് ഔട്ടാണ്. അത് ലാസ്റ്റ് ഹിറ്റ് വിക്കറ്റ് ആയത് ക്ലിയർ ആയിട്ടും പൂർത്തീകരിച്ചിട്ടില്ല. കാരണം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കൺട്രോൾ ബോഡിയിലും ആളുടെ ബാറ്റിലും കിട്ടണം. ഫൈനൽ അത് ആ ഷോട്ട് നമ്മളൊരു ഏത് ഷോട്ടാണോ, ഫ്രണ്ട് ഫുട്ട് ഷോട്ടാണ് അല്ലെങ്കിൽ ഹുക്ക് ഷോട്ട് ആണെങ്കിൽ ആ ഷോട്ട് നമുക്കറിയാം കറക്ക് കഴിഞ്ഞ് വരണം. ഇനി ഫ്രണ്ട് ഫുട്ട് ആണെങ്കിൽ മുകളിൽ എത്തുന്ന വരെ ഉള്ളൂ, ബാക്കിലേക്ക് വരുന്ന ഫ്രണ്ട് ഫുട്ട് ഷോട്ടല്ല. അപ്പൊ അത് എവിടെയാണ് പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് അമ്പയറിന്റെ ഡിസിഷനാണ്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഔട്ട്. പൊതുവെ ഇതുപോലുള്ള ചില ഡിസിഷൻസ്, ഇപ്പം ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ്, അത് പലപ്പോഴും അത് കറക്റ്റാണോ, അല്ലെങ്കിൽ പിന്നെ ഒബ്സ്ട്രക്ഷൻ ആ ഒരു നിയമത്തെ കുറിച്ചിട്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ മനസ്സിൽ പെട്ടെന്നുള്ളത് ബെൻ സ്റ്റോക്സ് മറ്റേ സ്റ്റാർക്കിന്റെ പന്തിങ്ങനെ പിടിച്ച ഒരു സീനുണ്ട്. അപ്പോൾ അതേപോലെ പിന്നെ ഈ നമ്മുടെ ഇൻസമാബിളൊക്കെ ഒരിക്കൽ സുരേഷ് റൈന അടിച്ചപ്പോൾ എറിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യുന്നൊരു സാധനമുണ്ട്. അപ്പം ഈ അതിൻ്റെ ഒരു പിന്നെ അത് ബാറ്റ്സ്മാന് പലപ്പോഴും പിന്നെ ഫേവർ അല്ലാത്ത രൂപത്തിലാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് നിയമാവലി എങ്ങനെയായിരിക്കും? ഈ ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ് ഔട്ട് വരുന്നത് ഇന്റൻഷനാണ് മെയിനായിട്ട് അതിൽ നോക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ബോൾ അടിച്ചു കളയുന്നത്, അല്ലെങ്കിൽ അത് പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നത്. അതിൽ ഒരു ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ആക്സിഡന്റൽ ആണെങ്കിൽ, അതായത് ആൾക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നമ്മളത് ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഫീൽഡിൽ കൊടുക്കില്ല. ഇപ്പൊ ഈ ഉൻസമാൻ ഉൾവാക്കിന്റെ കാര്യമാണെങ്കിൽ ആള് പുറത്തു പോകുന്നു, ആ ബോൾ വരുന്നു, ആൾക്കത് മാറിക്കളയാമായിരുന്നു. പക്ഷെ ആളത് വളരെ നിസ്സാരമായിട്ട് ആ ബാറ്റ് കൊണ്ട് അടിച്ചു കളഞ്ഞു. ബെൻ സ്റ്റോക്സിന്റെ കാര്യമാണെങ്കിൽ അതും അമ്പയറിന്റെ ഒരു ജഡ്ജ്മെന്റിലാണ്. അതായത് ആക്സിഡന്റിലായിട്ടാണോ ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാനാണോ, അതല്ല ഈ ഇങ്ങനെ പോകുന്ന ബോൾ ഇങ്ങനെ തടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതെന്താണെന്നുള്ളത് അമ്പയറിന്റെ തീരുമാനമാണ്. അത് ഫീൽഡ് അമ്പയർ മിക്കവാറും ഇപ്പൊ എല്ലാ കളികളിലും എല്ലാവരും ഇപ്പൊ അത് തേർഡ് അമ്പയർക്കാണ് കൊടുക്കുക. കാരണം വീഡിയോസ് ഒരുപാട് ആംഗിളുകളിൽ നോക്കാൻ പറ്റും. പക്ഷെ ഈ ആംഗിളുകൾ നോക്കുമ്പോൾ നമുക്ക് ഇന്റൻഷൻ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളും നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. കാരണം ഓൺ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ഫീൽ അല്ല TV അമ്പയർ റൂമിൽ ഇരിക്കുമ്പോൾ. കാരണം ഇന്റൻഷൻ നമുക്ക് കുറച്ച് ചിലപ്പോൾ കൃത്യമായിട്ട് കിട്ടില്ല. ആംഗിളുകളൊക്കെ കിട്ടും, പക്ഷെ ഒരു പ്ലെയറുടെ ഇന്റൻഷൻ കിട്ടുന്നത് ചിലപ്പോൾ കൂടുതലും ഓൺ ഫീൽഡ് അമ്പേഴ്സിനായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ കാര്യങ്ങളിൽ. എന്നാലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ, ആംഗിളുകൾ നോക്കി കഴിഞ്ഞാൽ ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാനാണോ, അതോ ആക്സിഡന്റൽ ആയിട്ടാണോ, അത് ഇന്റൻഷനലി ആണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അനാവശ്യമായിട്ട് ബോള് കളിച്ചതിന് ശേഷം അനാവശ്യമായിട്ട് ബോൾ തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഫീൽഡിന്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മൾ ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആക്സിഡന്റൽ ആയിട്ടാണെങ്കിൽ ഔട്ട് ആവില്ല.